ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഇന്ന് ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനും ഉള്ളിയും തക്കാളി പച്ചമുളക് ഒക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണേ. പിന്നെ അതൊക്കെ ഞാൻ ഒക്കെ റെഡിയാക്കി വേഗം അരിഞ്ഞിട്ടൊക്കെ ഇതാക്കി. പിന്നെ ഞാൻ കുക്കറിലാണ് ഉള്ളി വാട്ടണത്. അപ്പോൾ ഉള്ളിയും പിന്നെ തക്കാളിയും പാടൊക്കെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് കുക്കറിൽ 3-4 അടി അടിച്ചുങ്ങാണ്ട് അതോടെ ഓഫാക്കി വെക്കും. അങ്ങനെ പിന്നെ ഞാൻ വെള്ളം വെച്ചിക്കണ അടുപ്പത്ത്. അങ്ങനെ അത് തിളക്കാനയക്കണം. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള ചപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം ഗരം മസാലപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്ക് ആവശ്യം കുറച്ച് ചിക്കനും. പിന്നെ വെള്ളം തിളച്ചപ്പോൾ അരി അതിക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഒരു കയ്യിൽ ഫോണുണ്ട്, ഒരു കയ്യിൽ അരി ഇതാക്കണുണ്ട്. അങ്ങനെ അതൊക്കെ വേഗം ഇതാക്കി. പിന്നെ ഞാൻ ചെമ്പട്ടി വെച്ച് പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ചൂടായതിൻ്റെ ശേഷം അതൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ആ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയത് അതിക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കണുണ്ട്. അങ്ങനെ അതൊക്കെ നല്ല ഇളക്കി മിക്സാക്കിയതിൻ്റെ ശേഷം അതിക്ക് ആവശ്യമായിട്ടുള്ള ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്യാണ്. പിന്നെ അതൊക്കെ റെഡി ആവുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ നല്ല ഇളക്കി കൊടുത്ത് ഗ്യാസും വെച്ചിട്ടാണ് ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ പിന്നെ ഞാനൊന്ന് വാട്ടിയെടുത്തത്. പിന്നെ അതിക്ക് ആവശ്യമായിട്ട് ലേശം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 3-4 കയ്യിൽ 2 കയ്യിലൊക്കെ ഒഴിച്ചു കൊടുത്തേക്കണം. പിന്നെ ഞാൻ അതിക്ക് പിന്നെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് അത് ഇളക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാനതൊക്കെ റെഡി ആയതിൻ്റെ ശേഷം ഞാൻ അരി ഇതാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ വെന്തിക്കണോ നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കണം. അങ്ങനെ അതൊക്കെ ഊറ്റി വെച്ച് പിന്നെ ഞാൻ വേഗം ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വേഗം അടുപ്പത്ത് തന്നെ ദമ്മിടൽ. അപ്പോൾ ഞാൻ ചോറ് ഊറ്റിയിട്ട് അതിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതൊന്ന് നല്ലപോലെ വീഡിയോ എടുത്തിട്ട് ഞാനെന്നെ വീഡിയോ എടുക്കുന്ന കാരണം പാടൊക്കെ പറ്റാഞ്ഞിട്ടാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ മേലെ ലേശം ചപ്പും പുതിനയും പിന്നെ ലേശം ഗരം മസാലൻ്റെ പൊടിയും പിന്നെ ഒരു തുള്ളി നെയ്യും പാടൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഞാൻ ദമ്മിട്ടച്ച് അങ്ങനെ ഒരു 10-15 മിനിറ്റൊക്കെ കുറച്ച് നേരമൊക്കെ ദമ്മിൽ കിടന്നിക്കണം. അതിൻ്റെ ശേഷം പിന്നെ ഞാനതൊക്കെ ഒന്ന് നോക്കണം എന്തായി എന്നൊക്കെ. അപ്പോൾ ചോറൊക്കെ സൂപ്പറായിട്ട് നല്ലപോലെ വെന്തൊക്കെ ചെയ്തിരിക്കണം. നല്ല ചോറൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് അങ്ങനെ പിന്നെ ഞാൻ വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ജുമയൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വന്നിക്കണം. അപ്പോൾ ചോറൊക്കെ എടുത്ത് അപ്പോൾ ഞങ്ങളെല്ലാം നമുക്ക് ചോറൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക.